ഹലോ കൂട്ടുകാരെ, അങ്കിൾ ടോം ടേസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് കണ്ടോ, ഇത് നച്ച് കരിമീനാണ്. നച്ച് കരിമീൻ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഞങ്ങൾ പറയുന്നത് നച്ച് കരിമീൻ എന്നാണ്. ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ മീനാണിത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേര് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുമോ? ഇത് വെട്ടുവാനായിട്ട് എളുപ്പമാണ്, പക്ഷേ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. ഇതിൻ്റെ മുള്ള് കുറച്ച് അപകടകാരിയാണ്. നമ്മളുടെ കൂരി അങ്ങനെയുള്ള കാരി അങ്ങനെയുള്ള മീനൊക്കെ ഇല്ലേ, അതിൻ്റെ മുള്ള് പോലെ ഇച്ചിരി അപകടകാരിയാണ് ഇതിൻ്റെ മുള്ള്. നമ്മൾ സൂക്ഷിച്ച് വെട്ടണം. അതിന് നമ്മൾ നല്ലൊരു കത്രിക ഉപയോഗിച്ച് ഇങ്ങനെ ആദ്യം നമ്മൾക്ക് ആ മുള്ള് വെട്ടി മാറ്റാം. മുള്ള് വെട്ടി മാറ്റി കഴിഞ്ഞാൽ നമ്മളുടെ പകുതി പണി കഴിഞ്ഞു. പിന്നെ നമ്മളുടെ കയ്യിൽ ഒതുക്കി വെച്ച് നമുക്കത് വെട്ടാൻ സാധിക്കും. മുള്ളും അതുപോലെ തന്നെ അതിൻ്റെ ചിറകും ഒക്കെ വെട്ടിക്കളയുക. നമ്മൾ മീൻ വാങ്ങിക്കുമ്പോൾ അത് ചീഞ്ഞതാണോ ഫ്രഷാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പുണ്ട്. നമ്മൾക്ക് അതിൻ്റെ ചെകിള പൊളിച്ച് നോക്കുക. അപ്പോൾ നല്ല റെഡ് കളറാണെങ്കിൽ അത് നല്ല മീനായിരിക്കും. അതുപോലെ നെക്കി നോക്കുമ്പോൾ അത് ഞെങ്ങുന്നില്ല എങ്കിലും നല്ല മീനായിരിക്കും. അല്ലെങ്കിൽ അത് മറ്റുള്ള കളറാണെങ്കിൽ ചിലപ്പോൾ ചീത്ത മീനായിരിക്കും. എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ തലയുടെ ഭാഗം വെച്ച് ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ ചെത്തുക. പിച്ചാത്തി നല്ലൊരു മൂർച്ചയുള്ള പിച്ചാത്തി ആയിരിക്കണം. പിന്നെ മറുഭാഗവും അതുപോലെ തന്നെ ഒന്ന് വെട്ടിക്കൊടുക്കുക. തലയുടെ ഭാഗം വെച്ച് ചരിച്ച് ഇങ്ങനെ വെട്ടുക. ഇച്ചിരി കട്ടിയുള്ള മീനാണ് ഇത്, അതുകൊണ്ട് ഇച്ചിരി വെട്ടാനൊക്കെ ഇച്ചിരി ഇതേ കണ്ടോ തലയുടെ ഭാഗം വെട്ടി മാറ്റി. ഇനി നമ്മൾക്ക് അതിൻ്റെ ഉൾഭാഗം ഒന്ന് വൃത്തിയാക്കാം. അതിൻ്റെ കുടലും ഒക്കെ എടുത്ത് മാറ്റി നമ്മൾക്കൊന്ന് വൃത്തിയാക്കാം. കണ്ടോ, അങ്ങനെ അതിൻ്റെ ഉൾഭാഗം വൃത്തിയാക്കി ഇനി നമുക്ക് പതുക്കെ അതിൻ്റെ ആ മേൽത്തൊലി പൊളിക്കുവാൻ തുടങ്ങാം. അത് ഇച്ചിരി കട്ടിയുള്ള തൊലി. നമ്മളിത് കറി വെച്ചാലും ഇത് തൊലി ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവത്തില്ല. എന്തായാലും നമ്മൾ കറി വെച്ചാലും ഈ തൊലി നമ്മൾ പൊളിച്ച് പതുക്കെ മാറ്റിയിട്ട് വേണം ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് പൊളിച്ച് വെക്കുവാണെങ്കിൽ നമ്മൾക്ക് കറി വയ്ക്കുമ്പോഴും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് നല്ല ഒരു ക്ലീനിങ്ങും ആകും അല്ലേ. കണ്ടോ, പൊളിക്കുന്നുണ്ടോ? ഇങ്ങനെ പൊളിച്ചെടുക്കണം. കണ്ടോ, ഞാൻ മീൻ വാങ്ങിക്കുമ്പോൾ അത് കണ്ടോ, ഞാൻ മീൻ വാങ്ങിച്ച് കഴിയുമ്പോൾ അത് ഉപ്പിട്ട് ആദ്യം തേച്ച് കഴുകും. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി വിനാഗിരി ഒഴിച്ച് അതിൻ്റെ വെള്ളത്തിൽ കുറച്ച് നേരം വെച്ചേക്കും. അപ്പോൾ നമുക്ക് അതിന് വല്ല കെമിക്കലൊക്കെ ഉണ്ടെങ്കിൽ അത് പൊക്കോളും. കണ്ടോ, ഇങ്ങനെ പൊളിച്ചെടുക്കണം. കണ്ടോ, എളുപ്പമാണ്. എനിക്കിച്ചിരി നഖത്തിൻ്റെ കുറവും കൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ആ തൊലി വലിക്കുമ്പോഴേ അങ്ങോട്ട് ഒറ്റ വലിക്ക് അങ്ങ് പൊളിച്ചെടുക്കാൻ പറ്റും. എനിക്ക് നഖം ഒട്ടുമില്ല, അതുകൊണ്ടാണ് ആ പിടുത്തം കിട്ടാത്തത്. ഇനി നമ്മൾ അങ്ങനെ പൊളിക്കുമ്പോൾ നമ്മുടെ കൈ തെന്നി പോകുമെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ, നഖം കുറവാണെങ്കിൽ നമുക്ക് സ്വല്പം ഉപ്പ്, നമ്മൾ പണ്ടത്തെ അമ്മമാരൊക്കെ മണ്ണിട്ട് ഈ വരാലൊക്കെ പൊളിക്കുമ്പോൾ മണ്ണിട്ട് വരാൽ പൊളിക്കത്തില്ലേ എന്ന് പറയുന്നത് പോലെ നമ്മൾക്ക് കുറച്ച് ഉപ്പ് കയ്യിലെടുത്തിട്ട് ആ ഉപ്പ് കയ്യിലൊന്ന് പുരട്ടിയിട്ട് അത് ആ തൊലിയെ പിടിച്ച് വലിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉറപ്പ് കിട്ടും. കണ്ടോ, ഇങ്ങനെ പൊളിച്ചെടുക്കുക. ഇനി നമുക്ക് മറുഭാഗം പൊളിച്ചെടുക്കുക. ഒരു ഭാഗം നമ്മൾ പൊളിച്ചു കഴിഞ്ഞു, ഇനി മറുഭാഗം നമുക്ക് പൊളിക്കാം. ഇത് കരിമീൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട മീനാണ്. പക്ഷേ കരിമീൻ്റെ അത്രയും ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ. കരിമീൻ്റെ അത്രയും ടേസ്റ്റ് ഒന്നുമില്ല. ഇത് പൊളിക്കുവാനുള്ള ഒരു പാട് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് തേച്ചിട്ടുണ്ടെങ്കിൽ അത്ര നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തേച്ചാലും അതിൻ്റെ ഈ തൊലിക്ക് നല്ല കട്ടിയുള്ളത് കാരണം അത് തേച്ചാലും അത്ര ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്കിങ്ങനെ പൊളിച്ചെടുക്കുക തന്നെയാണ്. കണ്ടോ, ഇങ്ങനെ പൊളിച്ചെടുക്കുക. അപ്പോൾ വിട്ടു പോരുന്നില്ല എങ്കിൽ നമ്മൾക്ക് പതുക്കെ ഒന്ന് കത്രിക കൊണ്ടൊന്ന് പതുക്കെ ഒന്ന് പൊക്കി കൊടുത്താൽ മതി. ആ തൊലിയുടെ ഭാഗം അല്ലെങ്കിൽ പിച്ചാത്തി കൊണ്ടോ കത്രികയുടെ കുർത്ത വശം കൊണ്ടോ ഒന്ന് പൊക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പൊളിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. കണ്ടോ, ഇങ്ങനെ പൊളിച്ചെടുക്കുക. കണ്ടോ ആ കത്രികയുടെ ദശയിൽ നിന്ന് വിട്ടു പോരുന്നില്ല എങ്കിൽ നമ്മൾക്ക് ആ ഭാഗം അത് പതുക്കെ ഒന്ന് പിച്ചാത്തി കൊണ്ടൊന്ന് പതുക്കെ ഒന്ന് കത്രികയുടെ തുമ്പ് കൊണ്ടോ പിച്ചാത്തി കൊണ്ടൊന്ന് പതുക്കെ ഒന്ന് പോറി കൊടുത്താൽ മതി, ഇങ്ങോട്ട് പോരും. അല്ലെങ്കിൽ അതിൻ്റെ ദശ കൊടുത്തി പോരത്തില്ല. ഇത് പിന്നെ കട്ടിയുള്ള തൊലിയായ കാരണം ദശ ഒട്ടും പോരത്തില്ല. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ കട്ടിയില്ലാത്ത തൊലിയാണെങ്കിൽ
നമ്മളൊന്ന് പതുക്കെ പോറി കൊടുത്തിട്ട് പതുക്കെ നന്നായിട്ട് വലിച്ചിനോട് ചിലപ്പോൾ ദശ പോരും. കട്ടി ഇല്ലാത്ത തൊലിയാണ്. പക്ഷേ ഇത് കട്ടിയുള്ള തൊലിയായത് കാരണം ദശ പോരത്തില്ല. എങ്ങനെ വലിച്ചാലും ദശ പോരത്തില്ല. പിന്നെ നമ്മൾ അതൊന്ന് കൈ കൊണ്ടൊന്ന് പതുക്കെ വയറിൻ്റെ ഭാഗത്തൊക്കെ ദശയോട് കൂട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ അവിടുന്ന് ഇച്ചിരി പറിച്ചെടുക്കുവാനായിട്ട് ഇച്ചിരി പാടാണ്. അപ്പോൾ നമ്മൾ ആ ദശ ഒന്ന് കൈ കൊണ്ട് അമർത്തി പിടിച്ചിട്ട് ആ തൊലി പൊക്കി നമുക്ക് നന്നായിട്ട് അങ്ങ് വലിക്കുക. കണ്ടോ? ഇങ്ങനെ വലിച്ചെടുക്കുക. നിങ്ങൾ എങ്ങനെയാണ് ഈ മീൻ വൃത്തിയാക്കുന്നത്? ഈ നച്ച് കരിമീൻ എങ്ങനെയാണ് വൃത്തിയാക്കുന്നത്? ഇങ്ങനെയാണോ അതോ തേച്ചെടുക്കുകയാണോ ചെയ്യുന്നത്? ഇതാണ് ഏറ്റവും നല്ല മെത്തേഡ് കേട്ടോ. ഇനി നിങ്ങൾക്ക് നച്ച് കരിമീൻ കിട്ടുമ്പോൾ ഇങ്ങനെ പൊളിച്ചെടുക്കുവാനായിട്ട് നിങ്ങൾ നോക്കുക. വളരെ എളുപ്പമാണ് കേട്ടോ. കണ്ടോ? ഇത് തീരാറായി. ഇച്ചിരി നഖമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് പണി തീരും. കണ്ടോ? പൊളിച്ചു കഴിഞ്ഞു. അതിൻ്റെ വാലിൻ്റെ ഭാഗത്ത് ഒരു ഇച്ചിരി പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അത് നമ്മൾക്ക് നഖക്കുറവ് കൊണ്ടാണ് ഇങ്ങനെ പിടിക്കുമ്പോൾ കിട്ടാത്തത്. അതിങ്ങനെ വലിച്ച് കണ്ടോ? ഇങ്ങനെ വലിച്ച് പൊക്കിയെടുത്ത് ഒരൊറ്റ വലിച്ചാൽ മതി. പണ്ടത്തെ അമ്മമാരൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾക്ക് എല്ലാം വൃത്തിയാക്കി കിട്ടുന്ന കാരണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറുമില്ല. ഇങ്ങനെ ചെയ്യാൻ ഇത്രയും ബുദ്ധിമുട്ടാനും പോകത്തില്ല. പക്ഷെ ഇതൊക്കെ നമുക്ക് വളരെ ഈസിയുള്ള കാര്യമാണ്. കണ്ടോ? ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. കണ്ടോ? ക്ലീൻ ആയില്ലേ? ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.